അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മനഃശാസ്ത്ര പഠനം അധ്യായം 12 ഭാഗം 4. വിഷയം കുട്ടികളുടെ അഭിരുചി അറിയുക. ഇതിനെ സംബന്ധിച്ചാണ് നാം പറഞ്ഞു വന്നത്. കുട്ടികളുടെ അവസ്ഥകൾ ശാരീരികമായി മാനസികമായി ഉള്ള എല്ലാ കാര്യങ്ങളും അറിയുക, മനസ്സിലാക്കുക എന്നതാണ് നാം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പ്രതിപാദിച്ചിട്ടുള്ളത്. നാം എന്താണോ കൊടുക്കുന്നത് അതിങ്ങോട്ട് തിരിച്ചു വരും. അതൊരു യാഥാർത്ഥ്യമാണ്. നാം മുമ്പ് ഓർമ്മയാക്കിയിട്ടുണ്ട്, നമ്മുടെ മക്കൾക്ക് നാം കൊടുക്കുന്ന ആഹാരങ്ങൾ, ഭക്ഷണങ്ങൾ, ഇത് ഹറാമിൻ്റെ ഇനത്തിലാണ് പെടുക. അങ്ങനെയെങ്കിൽ ആ കുട്ടികൾക്ക് ഹലാൽ ചിന്തിക്കാൻ കഴിയില്ല. ഹറാമിൻ്റെ ഭക്ഷണം അകത്തുണ്ടെങ്കിൽ അവർക്ക് ഒരു കാരണവശാലും അവർക്ക് ഹലാൽ ചിന്തിക്കാനേ പറ്റില്ല. അവർക്ക് നന്മ ചെയ്യാൻ കഴിയില്ല. നിസ്കരിക്കാൻ അവർക്ക് കഴിയില്ല. ഖുർആൻ ഓതാൻ അവർക്ക് കഴിയില്ല. നന്മകൾ ചെയ്യാൻ അവർക്ക് കഴിയില്ല. അവർ ഉപദേശിച്ചിട്ട് ഒരു ഫലവും ഉണ്ടാവുകയുമില്ല. കാരണം അവരുടെ അകത്ത് ഉള്ളത് ഹറാമിൻ്റെ ഇനമാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുമ്പോൾ ഹലാലായിട്ടുള്ള ഇടപാടുകൾ മാത്രം നടത്തുക. പലിശയുടെ ഇനങ്ങൾ പാടെ ഒഴിവാക്കുക. ലോട്ടറി ഇനങ്ങൾ പാടെ ഒഴിവാക്കുക. ചൂതാട്ടം പോലെയുള്ള ഹറാമിൻ്റെ എല്ലാ ഇനങ്ങളും ഒഴിവാക്കുക. അങ്ങനെ ഹറാമിൻ്റെ ഒരു ചെറിയൊരു അംശം പോലും ഇല്ലാത്ത ഹലാലായിരിക്കുന്ന വിഷയങ്ങൾ മാത്രം, ഹലാലായിരിക്കുന്ന സാമ്പത്തികമായ നേട്ടങ്ങൾ മാത്രം നമ്മുടെ കുടുംബത്തിൽ നാം ചെലവഴിക്കുക. നേരെ മറിച്ച് ലോട്ടറി വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് കുടുംബത്തിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഹറാമിൻ്റെ ഇനങ്ങൾ നീണ്ടുപോയാൽ നമ്മുടെ ഭാര്യ ഒളിച്ചോടും. നമ്മുടെ മകൾ നാം അറിയാതെ വേറെ അന്യപുരുഷന്മാരെ തേടിപ്പോകും. ആൺകുട്ടികളാകുമ്പോൾ അവരും അതേപോലെ തന്നെ മറ്റൊരു ഇണയെ അവർ ഹറാമായിട്ട് സംഭവിക്കും. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ ഹറാമാണ് പ്രവർത്തിക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാകുന്നു, അനുഭവം ആകുന്നു. എന്ന് പറഞ്ഞാൽ നേരിട്ട് പറഞ്ഞ അനുഭവമാണുള്ളത്. ലോട്ടറി കച്ചവടം ചെയ്യുന്നവരുടെ, പലിശയുടെ ഇടപാട് നടത്തുന്നവരുടെ, അവർക്ക് ഇതേപോലെയുള്ള അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങൾ നാം നേരിട്ട് മനസ്സിലാക്കിയതാണ്. അതാണ് പറഞ്ഞത് അനുഭവത്തിലുണ്ട് എന്ന് പറയാനുള്ള കാരണം. നേരെ മറിച്ച് ഹലാലിൻ്റെ ഇനങ്ങളാണ് നാം കൊടുക്കുന്നത് എങ്കിൽ പരിപൂർണമായും ഹലാലാണ്, ഹറാമിൻ്റെ ഇനമേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ കുട്ടികൾക്ക് ഹറാം ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണ്. അപ്പോൾ ഹലാലിൻ്റെ ഇനങ്ങൾ, അനുവദനീയമായിട്ടുള്ള ഭക്ഷണ രീതികൾ കഴിക്കുമ്പോൾ അവർക്ക് ഹറാമിൻ്റെ ഒരു ഇനത്തിലും ചെന്ന് ചാടാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും നമ്മുടെ കുടുംബത്തിനാണെങ്കിലും ഒക്കെ നാം എന്ത് ചെയ്യണം? ഹലാലായിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നാം അവർക്ക് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ഹറാമിൻ്റെ ഇനങ്ങൾ അവരുടെ മനസ്സിൽ തോന്നിയാൽ തന്നെ അവർക്ക് തന്നെ അതിൽ നിന്ന് മുക്തമാവാൻ കഴിയും.
നേരെ മറിച്ച് ഹറാമിൻ്റെ ഇനങ്ങളാണ് ഉള്ളത് എങ്കിൽ നാം എത്ര പാട്ട് പാടിയിട്ടും കാര്യമില്ല, എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല, എത്ര ചീത്ത പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്ക് ഹലാൽ ചിന്തിക്കാൻ കഴിയില്ല ഹറാമുണ്ടെങ്കിൽ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നാം വളരെ ഗൗരവത്തോടുകൂടി തന്നെ എടുക്കുക. അപ്പോൾ ഹറാമിൻ്റെ ഇനങ്ങൾ ഒഴിവാക്കുക, ഹലാലിൻ്റെ ഇനങ്ങൾ നാം സ്വീകരിക്കുക. അതേപോലെ തന്നെ കുട്ടികളുടെ, മക്കളുടെ ചെറുപ്പം മുതലേയുള്ള മാനസികമായിരിക്കുന്ന, ശാരീരികമായിട്ടുള്ള അന്തരീക്ഷം നാം മനസ്സിലാക്കി പ്രവർത്തിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.